വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നമുക്കറിയാം ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ഇപ്പോൾ ജി സുധാകരനെ ഏറ്റവും ഒടുവിൽ ഒരു ജാതി അധിക്ഷേപമാണ് എസ് സുജാതയ്ക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അവർ നായർ സമൂഹത്തിന്റെ വീട്ടിൽ മാത്രമേ കയറുള്ളൂ, മുല്ലപ്പൂ ചൂടി കൊണ്ട് ആ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള വീട്ടിൽ മാത്രമേ അവർ കയറാറുള്ളൂ എന്നുള്ള ഒരു തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. എങ്ങനെ നോക്കിയാണെന്നോ അതിനെ? അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ ആ ഒരു പൊതു മണ്ഡലങ്ങളുടെ ഒരു ചിത്രവും എങ്ങനെയാണ്? ഒന്ന്, താങ്കൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജി സുധാകരന്റെ വാവിട്ട വാക്കുകളാണ് എന്നുള്ളത് ഞാൻ പറയും. അത് ഇത് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് വലിയ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്നൊന്നര 2 മാസം മുമ്പ്, അതായത് UDF-മായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മാസം അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത് പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്നാണ്. മനസ്സിലായേ? അതായത് മത്സരിക്കാൻ പുള്ളി സന്നദ്ധനാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും പുള്ളിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ CPM വലിയ ചലഞ്ച് നേരിടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ നോക്കി മിക്കവാറും നിർത്തും, ആ 2 ടേം എന്നുള്ളതൊക്കെ പിൻവലിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നോക്കിയാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഞാൻ വേറെ എങ്ങും പ്രചരണത്തിന് പോകില്ല, ഞാൻ CPM-നെ കുറ്റം പറയില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുമ്പോൾ CPM ചെന്നിട്ട് അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു വരൂ സ്ഥാനാർത്ഥിയാകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി സ്ഥാനാർത്ഥിയായെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം ശരിക്കും പുള്ളി പിന്നീട് നമ്മൾ കാണുന്നത് പുള്ളി കുരുത്തോല പെരുന്നാളിന് പോയി കുരുത്തോലയായിട്ട് നിൽക്കുന്നതൊക്കെയാണ്. അത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പുള്ളി പിണറായി തുടരുമെന്നാണ് പറഞ്ഞേക്കുന്നത്, പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ മാറിയതിന്റെ ഒരു ദൃഢതയില്ലായ്മ, കൺഫ്യൂഷനൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാണാം. CPM-ന്റെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ദൃഢതയില്ലാത്തവരാണോ ശരിക്കും? അല്ല, CPM-ന്റെ നേതാക്കൾ ദൃഢതയില്ലാത്തവരൊന്നുമല്ല, വളരെ ദൃഢതയുള്ളവരാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല, നമ്മളിപ്പോ CC മൂന്നനെ പരിശോധിച്ചാലും ഇപ്പൊ K അജിത്തിനെ പരിശോധിച്ചാലും ഇപ്പൊ ഒരുപാട് മുൻ MLA-മാര് ഒരുപാട് മുൻ നമ്മുടെ MLA-മാര് തന്നെ CPM-ന്റെ MLA-മാര് തന്നെ ഇങ്ങനെ കൂറുമാറുന്നത്, സ്ഥാനമാനം കിട്ടാത്തത് കൊണ്ട് കൂറുമാറുന്നു എന്ന് പറയുമ്പോൾ, അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് CPM-ന്റെ നേതാക്കന്മാരായിട്ട് പറയുന്നത് CC മുകുന്ദനെ, K അജിത്തിനെയൊക്കെയാണോ? CC മുകുന്ദനെ, K അജിത്തിനെയൊക്കെ എത്ര പേർക്ക് കേരളത്തിൽ തന്നെ അറിയാം? MLA സ്ഥാനത്തുണ്ടായിരുന്നവരല്ലേ? MLA സ്ഥാനത്തുണ്ടായിരുന്നത് നിങ്ങൾ ഈ പറഞ്ഞ 2 എണ്ണത്തിലുള്ള പ്രശ്നം കൂടിയുണ്ട്. ആ 2 പേരും CPI-ക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് ഇത് CPM-നെ ബാധിക്കുന്ന ആദർശധാരയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ ഈ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ കൂറുമാറുന്ന ഒരു പ്രവണത CPM-ന്റെ MLA-മാരാ പോയിട്ടുള്ളത്. ഇനി പോകാനും സാധ്യതയുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ചു തുടങ്ങിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി മാറിയാലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറുന്നത് പോലും ബുദ്ധിയാണെന്നും അത് വലിയ ചാണക്യ തന്ത്രമാണെന്നും ഒക്കെ വിചാരിക്കുന്ന ലെവലിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നുണ്ട്. ഇപ്പൊ നേരത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂറുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാണ്, ഇതൊരു കാശ് മേടിച്ച് മാറുന്നത് മോശമാണെന്ന് പറയുന്ന ധാരണ ഉണ്ടായിട്ടുള്ളെങ്കിൽ BJP ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന ഒരു കൾച്ചർ എന്താ, അത് ചാണക്യ തന്ത്രമായിട്ടാണ് കണക്കൂട്ടപ്പെടുക. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഗോവയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നെ അവരെന്ത് ചെയ്തു, ഭരണം അട്ടിമറിക്കുന്നു, അല്ലെങ്കിൽ മൊത്തമായിട്ടൊരു പാർട്ടി അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയാണ്. അട്ടിമറിച്ചവരെ വീട്ടിലെടുത്താമെന്ന് ജനങ്ങളും കരുതുന്നില്ല. ഇവർ മറ്റു പാർട്ടികൾ മത്സരിക്കുമ്പോൾ വീണ്ടും വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ആലപ്പുഴയെ കുറിച്ചാണ്. പക്ഷെ ഇതിപ്പോൾ വേറൊരു വിഷയമാണ്. എന്നാലും ഇപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ജനങ്ങൾ കാണുന്നില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞു വന്നേ. അതായത് ജനങ്ങളുടെ മനസ്സിൽ പോലും ഈ പണം മേടിച്ചോ അല്ലെങ്കിൽ റിസോർട്ട് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂറുമാറ്റമോ ഒക്കെ ഒരു പ്രശ്നമല്ലാതായി മാറി. അത് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്തു, ഇന്ത്യ മൊത്തം ബാധിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കും ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ചതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ CC മുകുന്ദനും അജിത്തും അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ രശ്മി മാറിയല്ലോ. അതായത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൊട്ടാരക്കരയിൽ രശ്മിയാണ് കഴിഞ്ഞ തവണ KN ബാലഗോപാലിനോട് മത്സരിച്ചിരുന്നത്. KN ബാലഗോപാൽ ജയിക്കുന്നത് 10,000-ലധികം വോട്ടുകൾക്കാണ്. പക്ഷേ രശ്മിക്ക് ഇത്തവണ മനസ്സിലായി സീറ്റ് കിട്ടൂലെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ CPM-ൽ സീറ്റ് കിട്ടൂലെന്ന് മനസ്സിലായിട്ടുള്ള ആശാ പോറ്റി എന്ത് ചെയ്തു, നേരെ കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിൽ അപ്പൊ എന്ത് ചെയ്തു, ആയിഷ പോറ്റിക്ക് സീറ്റ് കിട്ടുള്ളൂ, ഇവർക്ക് സീറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ നേരെ എന്ത് ചെയ്തു, BJP-യിലേക്ക് പോയി. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് KN ബാലഗോപാൽ, ഒന്ന് ആയിഷ പോറ്റി, രണ്ടാമത് രശ്മിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി കോമണായി മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചോദിക്കുന്നത് ജി സുധാകരൻ അപ്പോൾ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് ആ മണ്ഡലത്തിൽ, അല്ലെ? അപ്പോൾ ജനങ്ങൾ ജി സുധാകരന് വിജയപ്രതീക്ഷ തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJP-യുടെ വോട്ടുകൾ കൂടി കിട്ടും. അവിടെ BJP-യുടെ വളരെ അപ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. എന്തോ ജോബ് മൈക്കിളിനോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് 15,000-ഓളം BJP വോട്ടുകൾ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ BJP വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് BJP-ക്കാരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ BJP തന്നെ ജി സുധാകരനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കഴിയുള്ളൂ. പരാജയം ഉറപ്പാണ്. എസ്സലാമിന് ഏറെക്കുറെ പരാജയം ഉറപ്പാണ്. ഇപ്പൊ അരൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുമെന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ അവർക്ക് അനുകൂലമായിട്ട് നടക്കുമോ?
മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ അവർക്ക് അനുകൂലമായിട്ട് നടക്കും. അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ നടക്കും. കഴിഞ്ഞ തവണ തന്നെ ദലീമ ജോജോ ജയിച്ചിട്ടുള്ളത് അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മണ്ഡലമാണ്. അവിടെ ഷാനിമോൾ ഉസ്മാൻ നേരത്തെ തന്നെ MLA ആയിരുന്നു. ഉറപ്പായിട്ടും തന്നെ ഇത്തവണ അവിടെ ഷാനിമോൾ ഉസ്മാൻ ജയിക്കാനാണ് വലിയ സാധ്യത. ഒരു 80% സാധ്യതയുള്ളത് ഷാനിമോൾ ഉസ്മാൻ ജയിക്കാനാണ്, ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും. നമ്മൾ CPM-നെ പറ്റി പൊതുവെ പറയുന്നത് അതിന്റെ കോർ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് പറയുന്നത്. നമുക്കറിയാം ആലപ്പുഴയിൽ ഈഴവ സമുദായത്തിന് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളതാണല്ലോ, നല്ലൊരു പോപ്പുലേഷൻ ഉള്ളതാണല്ലോ. പക്ഷെ നമ്മൾ പല മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ CPM അവിടെ വിജയിക്കുന്നത് തുച്ഛം വോട്ടുകൾക്കാണ്, 5000-6000 വോട്ടുകൾക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കോർ വോട്ടേഴ്സ് ഉള്ള സ്ഥലത്ത് കണ്ണൂർ പോലുള്ള ഒരു ഭൂരിപക്ഷം ഒന്നും ഈ ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, കണ്ണൂർ എന്ന് പറയുന്ന ഒരു പാർട്ടി മണ്ണാണ്, രണ്ടിന്റെ അവരുടെ ഡിഫറെന്റ് ടെറൈൻ ആണ്. പക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ കുറെ കൂടി വലിയൊരു കോട്ടയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പാർട്ടി മണ്ണ് തന്നെയാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ പണ്ട് മുതലേ ആളുകൾ ജയിച്ചു പോന്നിട്ടുണ്ട്. ആ ജയിച്ചു പോകുന്നതിന് നിരവധി സ്പ്ലിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ ചരിത്രമാണ്. അല്ല, ഞാൻ പറയട്ടെ, ഗൗരിയമ്മ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവിടെ 6% വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്പ്ലിറ്റുകളൊക്കെ നിരവധി ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണിത്. പിന്നെ അവിടെ ജയം മിക്കവാറും സംഭവിക്കും. വലിയ ഭൂരിപക്ഷം 30,000-40,000 വോട്ടിനൊന്നും ആരും ജയിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. ജയിക്കുന്നത് പലപ്പോഴും ചെറിയ വോട്ടുകൾക്കാണെങ്കിലും കൺസിസ്റ്റന്റ് ആയി ആലപ്പുഴ ജില്ലയിൽ മിക്കവാറും തന്നെ CPM-ന് വലിയ പാർലമെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നേട്ടമൊന്നും കാണുന്നില്ല. ഭൂരിപക്ഷം ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. വക്കം പുരുഷോത്തമൻ മുതൽ PM സുധീരൻ മുതൽ. പാർലമെന്റിലേക്ക് അത് ആലപ്പുഴ മാത്രമായി അർജുൻ കാണുന്നതിന്റെ കുഴപ്പമാണ്. കേരളം മൊത്തം അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതിലെ നല്ല നേതാക്കന്മാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ CPM-ന്റെ കോർ വോട്ടേഴ്സ് ആയിട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യും. ഈഴവ കമ്മ്യൂണിറ്റി ഒന്നടങ്കം BJP CPM-ന് എല്ലാ തവണയും വോട്ട് ചെയ്തേക്കാന്ന് മുദ്രപത്രത്തിലൊന്നും എഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇപ്പൊ ഈഴവ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ഹോൾഡാണ് CPM-നെ എന്ന് പറയുമ്പോഴും അവർ ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്യുന്നത് വേറൊരു തരത്തിലാണ്, പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുന്നത് വേറൊരു തരത്തിലാണ്. ഇനി പറഞ്ഞിരുന്നില്ല പാർലമെന്റിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്നത് ഇപ്പൊ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് വന്നു, KC വേണുഗോപാലാണ് ജയിച്ചത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ KC വേണുഗോപാൽ ജയിച്ചല്ലോ, കോൺഗ്രസ്സുകാരൻ ജയിച്ചല്ലോ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ CPM-നും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ആരിഫിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകൾ BJP-യിലേക്ക് പോയപ്പോൾ BJP-ക്ക് ജയിക്കാനുള്ള വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാൽ ജയിച്ചേക്കുന്നത്. ഇനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ 2 പാർട്ടികൾക്ക് 2 മുന്നണികൾക്കും യഥാർത്ഥത്തിൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. ആ കുറഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറയുന്ന പോലെ എന്താണ് ആ വോട്ടുകൾ BJP-യിലേക്ക് പോവുകയും NDA മുന്നണിയിലേക്ക് പോവുകയും എന്നാൽ അവിടെ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായതായി നമുക്ക് പുറമേ തോന്നുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? കാരണം ജയിച്ചത് ഭൂരിപക്ഷം അവരുടെ MP-മാരാണ്. അപ്പൊ അതൊക്കെ കുറെ കൂടി ക്ലോസ് ആയ വാച്ചിങ് വേണ്ട, കുറെ കൂടി ആഴത്തിലുള്ള വിശകലനം ചെയ്യേണ്ട വസ്തുതകളാണ്. ഞാൻ റെഡിയാണ് അത് ചെയ്യാൻ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷെ മുമ്പ് വക്കം പുരുഷോത്തമൻ മുതൽ നമ്മൾ നോക്കുമ്പോൾ വിജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾ. വക്കം പുരുഷോത്തമൻ മാത്രമല്ലെന്നേ, VM സുധീരൻ, AK ആന്റണി, ഇത്തരത്തിലുള്ള വലിയ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നിൽക്കുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ CPM-ന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കോർ വോട്ടേഴ്സ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ അർത്ഥം? ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ മുഴുവൻ വോട്ട് ചെയ്തിട്ടല്ലല്ലോ ജയിക്കുന്നത്. VM സുധീരൻ എത്ര വോട്ടിനാണ് ജയിച്ചത്? VM സുധീരൻ മനോജായിട്ട് പരാജയപ്പെടുന്നത് എത്ര വോട്ടിനാണ്? പിടിച്ച വോട്ടുകൾ കൊണ്ട് എത്ര വോട്ടിനാണ്? 1800 വോട്ടുകൾ. അപ്പൊ അത്ര വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ചെറിയ സ്വിംഗ്. ഞാൻ പറഞ്ഞു വന്നത് അതൊരു സ്വിംഗ് വോട്ടേഴ്സ് മാറി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ CPM-ന്റെ കോർ വോട്ടായിട്ടുള്ള എന്താണ് 1,57,000 വോട്ടുകളിൽ 30,000 വോട്ട് മാറിപ്പോയത് കൊണ്ടല്ല. പകരം അതിലുള്ള ഒരു 5,000-ഓ 3,000-ഓ വോട്ടുകൾ മാറിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. മനസ്സിലായോ? അപ്പൊ അത്തരം കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു CPM-ന്റെ ബേസ് എപ്പോഴും സ്ട്രോങ് ആണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും 28.6% വോട്ടുകൾ CPM-നുണ്ട്. കോൺഗ്രസിനുള്ളത് 31% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 2.5-3% വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കുറെ കൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് വെറുതെ ഇരുന്നിപ്പോ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതിൽ അവിടെ എപ്പോഴും സ്വിംഗ് വോട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ മൊത്തമുള്ള ഒരു ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യയിൽ CPM-ന്റെ അവസ്ഥ എന്താണ്, CPM-ന് അവരെ പ്രതിരോധിക്കാൻ കഴിയുമോ, അവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ള പല ഘടകങ്ങൾ കൂട്ടിവെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ ചില മണ്ഡലങ്ങളിൽ അവിടെ മുസ്ലിം വോട്ടുകളൊക്കെ നിർണായകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ ടൗൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന അവിടെ ഒരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. അവിടെ നിന്നാണ് സക്കറിയ ബസാറിന്റെ ഇപ്പുറത്തുള്ള സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളതാണ്. അവിടെ സ്കൂള് തന്നെ നടത്തുന്നത് അവിടെ മുസ്ലിം ലീഗിന്റെ അന്നത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അതിന്റെ സെക്രട്ടറിയൊക്കെ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു വലിയ ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ വോട്ട് ബാങ്കുകളുണ്ട്. ആ വോട്ട് ബാങ്കുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ എന്ത് ചെയ്യും,
നടക്കും. അല്ലാതെ അതിന് ഈഴവ വോട്ട് ബാങ്കുകളിൽ ഷിഫ്റ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ആറ്റിങ്ങലിലും അതുപോലെ ആലപ്പുഴയിലും ഒക്കെ തന്നെ ഈഴവ വോട്ട് ബാങ്കുകളിൽ ഈ പറഞ്ഞ ഷിഫ്റ്റ് ഉണ്ടായി. ആ ഷിഫ്റ്റ് പക്ഷെ ഒരിക്കലും അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല BJPക്ക്. കാരണം അത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരിക്കുമ്പോൾ അത് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷെ ഇത്തവണ അവിടെ കോൺഗ്രസിന് ജയിക്കാവുന്ന വലിയ സാധ്യതകളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു ജില്ല അതായിരിക്കും. നമ്മൾ മണ്ഡലങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുട്ടനാട് സ്വാഭാവികമായിട്ടും വിജയിക്കാൻ കഴിയും. തോമസ് കെ തോമസ് പരാജയപ്പെടും അല്ലേ? തോമസ് കെ തോമസ് പരാജയപ്പെടണം അവിടെ. കാരണം എന്ന് വെച്ചാൽ തോമസ് കെ തോമസ് ആണ് ഒട്ടും ജനപ്രീതി ഇല്ലാത്തൊരു MLA. കാശ് കൊടുത്താണ് സാധാരണ അവിടെ ആളുകളൊക്കെ വോട്ട് ചെയ്യാറുള്ളത്. ഇത്തവണ കുറെ കൂടി കാശുള്ള സുഹൃത്തായിട്ടുള്ള റജി ചെറിയാനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വലിയ സമ്പന്നനാണ്, റമദാ റിസോർട്ടിന്റെ ഓണറാണ്, പിന്നെ നിരവധി ബിസിനസ്സുകൾ വേറെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ജയിക്കാനുള്ള സാധ്യതകളുണ്ട്, ഒരു സംശയമില്ല. കായംകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിജു അദ്ദേഹം വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഇപ്പോൾ 4ാമത്തെ മത്സരമാണെന്ന് തോന്നുന്നു. മുമ്പ് 3 പരാജയങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പ്രതിഭാഹരിയെ പരാജയപ്പെടുത്തുമോ? ഞാനൊരു പ്രഡിക്ഷൻ നടത്തിയിൽ കായംകുളത്ത് ഞാൻ ലിജോയ്ക്കാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്നാലും അവിടെ ഒരു നേരിയ മാർജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിഭാഹരിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കായംകുളത്ത് ലിജുവും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ലിജു അവിടെ നിന്ന് ജയിച്ചു പോയാൽ പിന്നെ ആ സീറ്റ് കിട്ടില്ല എന്നറിയാവുന്ന നിരവധി കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. അതോ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ജയിച്ചാൽ പിന്നെ മരിക്കുന്നവർ ആ സീറ്റ് അവർ വിട്ടുതരില്ല. അപ്പോൾ അതുകൊണ്ട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലിജു തോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബലാബലത്തിൽ ആരായിരിക്കും മുൻപിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴയാണ്. പിന്നെ ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് എല്ലാ റീസൺസും ഉണ്ട് PP ചിത്രരഞ്ജനും തോറ്റേക്കും എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും എന്ത് ചെയ്തേക്കും. കാരണം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് സ്ഥാനാർത്ഥി അല്ലെ? മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്, അതുപോലെ ഹോട്ടൽ തൊഴിലാളിയുടെ ഒക്കെ മകനാണ് നിൽക്കുന്നത്. അവിടെയും ഒരു ജാതീയപരമായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടാവും. ജാതീയമായിട്ടുള്ള കൺസൾട്ടേഷൻ മാത്രമല്ല, അതൊരു ഇപ്പൊ പണ്ട് ആഞ്ചലോസ് ഒക്കെ മത്സരിച്ചിരുന്ന പോലെ KS മനോജ് വേറൊരു സിറ്റുവേഷൻ ആണ്. അദ്ദേഹം ഡോക്ടറാണ്. ഞാൻ പറഞ്ഞ ആഞ്ചലോസിനൊക്കെ ഒരു മീൻ പിറക്കി നടന്ന ചെക്കൻ എന്നൊക്കെ VS വിളിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള പിന്നീട് പാർട്ടി മാറിയപ്പോൾ അപ്പോൾ അത് വിളിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആഞ്ചലോസ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന ഒരു ഇമേജ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിപ്പോൾ കഴിഞ്ഞ തവണ പ്രതിഭ അവിടെ നേരിട്ടതാണ്. കാരണം ഈ ആതിര ബാബു ഒന്ന് മത്സരിക്കാൻ വന്നപ്പോൾ വലിയ ഫൈറ്റ് ആയിരുന്നു. കാരണം 6000 ജില്ലാ വോട്ടിനാണ് പ്രതിഭ യഥാർത്ഥത്തിൽ കടന്നുകൂടിയത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരുപക്ഷെ CPM-ന് ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു ജില്ലയായിരിക്കും. ഇതിലാകെയുള്ളത് ഈസി വാക്ക് ഓവർ എന്ന് പറയുന്നത് സജി ചെറിയാന്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് വലിയ ജനകീയതയാണ്. ഡീല് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ചെങ്ങന്നൂർ ശരിക്കും സ്വാഭാവികമായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് സന്ദീപ് ബജസ്പതി വരേണ്ടതായിരുന്നു. പക്ഷേ സന്ദീപ് ബജസ്പതിയെ ഹരിപ്പാടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ല, സന്ദീപ് ബജസ്പതി ഡീലിന്റെ ഭാഗമായിട്ടൊന്നും മാറിയതല്ല. ഹരിപ്പാട് വലിയ സാധ്യതകളുണ്ട് എന്ന് കണ്ടുകൊണ്ട് മാറിയതാണ്. കാരണം ചെങ്ങന്നൂരുള്ള സാധ്യത ഹരിപ്പാടുണ്ടോ? കാരണം ചെങ്ങന്നൂർ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അടക്കം പല പഞ്ചായത്തുകൾ ഭരിക്കുന്ന BJP ആണ്. ശ്രീധരൻപിള്ള മത്സരിച്ചിട്ടുള്ള സ്ഥലമാണ്. 10-30,000 വോട്ടുകൾ ലഭിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു സംശയവും വേണ്ട, ചെങ്ങന്നൂരിനേക്കാൾ വലിയ സാധ്യത ഹരിപ്പാടാണ്. ഹരിപ്പാട് BJPക്ക് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. സജി ചെറിയാനെ തോൽപ്പിക്കൽ ഏറെക്കുറെ അസാധ്യമാണ് എന്നുള്ളത് കൃത്യമായി BJPക്ക് അറിയാം. പ്ലസ് അവിടെ വോട്ടുകൾ കുറയാനാണ് ചെങ്ങന്നൂരിൽ ഇത്തവണ സാധ്യത എന്നുള്ള BJP വോട്ട് കൂടുമോ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ രണ്ടാമത് ഹരിപ്പാട് മത്സരിക്കുമ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഹരിപ്പാട് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നിന്ന് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ കോൺഗ്രസിനൊപ്പം വോട്ടുകൾ നേടിയതാണ്. ചെറിയ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനായതുകൊണ്ടല്ലേ പാർലമെന്റ് ഇലക്ഷന്റെ ഒരു പാറ്റേൺ അല്ലല്ലോ ശരിക്കും അങ്ങനെ നിയമസഭ വരുമ്പോൾ. ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടാണെന്ന് അർജുന് കാണാം, വേണമെങ്കിൽ സന്ദീപ് ബജസ്പതിക്ക് കാണാം. ആഹാ, ഇവിടെ നല്ല സാധ്യതയാണെന്നും കാണാം. അതിനും തെറ്റില്ലല്ലോ. കാരണം ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്ത ആളുകൾ എനിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തുകൂടാന്നും കാണാം. അപ്പൊ അത്തരത്തിൽ ഒരു കുറെ കൂടി പറഞ്ഞ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് വാചസ്പതി വിചാരിക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ വാചസ്പതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഈ കുറച്ചുകൂടി അവിടെ പരിചിതമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പൊ അതെല്ലാം കൊണ്ടിട്ട് അവിടെ രമേശ് ചെന്നിത്തല വിയർക്കൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ സന്ദീപ് വാചസ്പതിക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് BJP കഴിഞ്ഞോട് വോട്ട് ചെയ്ത കുറേ വോട്ടുകൾ രമേശ് ചെന്നിത്തലയിലേക്ക് പോകും. കാരണം രമേശ് ചെന്നിത്തല ഇത്തവണ അവിടെ ഉയർത്തി കാണിക്കുന്നത്, രമേശ് ചെന്നിത്തല തന്നെ സ്വയം പ്രൊജക്ട് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചില അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും സന്ദീപ് വാചസ്പതി വിചാരിക്കുന്നത് തനിക്ക് ഏതാണ്ട് വലിയ മത്സരങ്ങൾ നടക്കാൻ കഴിയുമെന്നും ഏതാണ്ട് വോട്ടുകൾ അവിടെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുമാണ് വിചാരിക്കുന്നത്. അത്തരം സാധ്യത സത്യം പറഞ്ഞാൽ ഇത്തവണ എന്തില്ല, ചെങ്ങന്നൂരിലേക്ക് എന്തില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ആ മണ്ഡലം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂർ പോലെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണല്ലോ ആലപ്പുഴ. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നടക്കട്ടെ, ആലപ്പുഴ ജില്ലക്കാർക്ക് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കട്ടെ. അല്ല, അതൊന്നും ഞാൻ ആശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 പ്രതിബന്ധങ്ങളുണ്ട്. ആദ്യം തന്നെ UDF-ന് ഭരണം കിട്ടണം,
രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം. ഇത് രണ്ടും ഏറെക്കുറെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.